ഇന്നല്ലേ നമ്മുടെ ഭഗവാനെ ദാമോദര ലീലയായിരുന്നു കേട്ടോ ഉച്ചപൂജയ്ക്ക് അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നേ. കുറച്ച് ദിവസമായില്ലേ നമ്മുടെ ഭഗവാനെ ഉരലിലൊക്കെ കെട്ടിയിട്ടിട്ട്. അപ്പൊ ഇന്നലെ ഒന്ന് കെട്ടിയിടാന്ന് വിചാരിച്ചു. അങ്ങനെയായിരുന്നു കേട്ടോ. കയ്യിൽ വെണ്ണയും ഓടക്കുഴലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഉരലിൽ പിടിച്ചിട്ട് കെട്ടിയിട്ടിരിക്കണേ. നമ്മുടെ ഭഗവാൻ അമ്മാതിരി കുറുമ്പുകളാണ് കാണിക്കണത്. ഇപ്പൊ കലശ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരിക്കുകയല്ലേ. അപ്പൊ കലശക്കുടങ്ങളൊക്കെ അവിടെയൊക്കെ കമിഴ്ത്തി വെച്ചിട്ടായിരിക്കും. അതിന്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ചാടുക, ഇങ്ങോട്ട് ചാടുക, അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുക. അങ്ങനെ കുഞ്ഞായിട്ടുള്ള ഉണ്ണിയായിട്ടുള്ള ഭഗവാനാണേ. അപ്പൊ ഇങ്ങനെ ഓടി നടക്കുക. അപ്പൊ യശോദാമയ്ക്കാണെങ്കിലോ ഈ കുറുമ്പൊക്കെ കണ്ടിട്ട് ആർക്കും നിയന്ത്രിക്കാനും നമ്മുടെ ഭഗവാന് പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പൊ ഉത്സവമൊക്കെ അടുത്തതോട് കൂടിയിട്ട് കുറച്ചൊരു കുറുമ്പ് കൂടിയിട്ടുണ്ടോ എന്നും കൂടെ ഒരു സംശയമുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിലും ചെറിയ കുട്ടികൾ അങ്ങനെയല്ലേ, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ അവർക്ക് എന്നും കാണാത്ത ഒരു ഉത്സാഹവും ഒരു ഉന്മേഷമൊക്കെ ഉണ്ടായിരിക്കും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒപ്പം. അപ്പൊ അങ്ങോട്ട് ചാടുക, ഇങ്ങോട്ട് ചാടുക, ഇവരത് നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് വലിയ പാടായിരിക്കും. അതേപോലെ തന്നെയാണ് ഉത്സവ ചടങ്ങുകളൊക്കെ അടുത്തപ്പോൾ നമ്മുടെ ഭഗവാനും ഇത്തിരി കുറുമ്പ് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ കൂടിയിട്ട് അവസാനം യശോദാമ്മ പിടിച്ചിട്ട് അങ്ങടാ കെട്ടിയിട്ടു. അപ്പൊ വിളിച്ചാലൊന്ന് വരുമോ? കെട്ടിയിടാനാണ് ഭഗവാനെ വിളിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഭഗവാൻ ഓടിപ്പോകല്ലേ ചെയ്യാ. അപ്പൊ യശോദാമ്മ എന്ത് ചെയ്തു? കുറച്ച് വെണ്ണ എടുത്തിട്ട് വെണ്ണ തരാൻ ഉണ്ണി എന്നിട്ട് പറഞ്ഞ ഉടനെ ഭഗവാൻ ഓടി വന്നു. അപ്പൊ ഈ ഉടക്കുള്ളിൽ കയ്യിൽ പിടിച്ചിട്ടാണ് ഓടി വരുന്നത്. അപ്പൊ വെണ്ണയും വാങ്ങിച്ച ഉടനെ യശോദാമ്മ ഒറ്റപ്പെടുത്തിട്ടു നമ്മുടെ ഭഗവാന്. എന്നിട്ട് ഉരുളി പിടിച്ചങ്ങടാ കെട്ടിയിട്ടു. അപ്പൊ കുറച്ച് സമാധാനായി. ഇനി കുറച്ചു നേരം അവിടെ ഒതുങ്ങിയിരിക്കൂലോ. നമ്മുടെ ഭഗവാൻ അറിയാം കുറുമ്പ് കൂടിയിട്ട് സ്നേഹമില്ലാണ്ട് കെട്ടിയിട്ടതൊന്നും അല്ല യശോദാമ്മന്ന്. എന്നാലും അത് കാണുന്നവർക്ക് ഒരു സന്തോഷം. കാരണം ഉണ്ണിക്കണ്ണന്റെ കുസൃതി ഇങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണുകയല്ലേ. അപ്പൊ അത് കാണുന്നവർക്കും ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടും കൂടിയിട്ടാണ് ഇന്നലെ ദാമോദര ലീലയായിട്ട് ഭഗവാൻ ശ്രീലകത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഭഗവാൻ ഉരലിലൊക്കെ കെട്ടിയിടുന്ന സമയത്തെ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒപ്പം നമ്മുടെ അടുത്തും പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഭഗവാനെ ഉരലിലെ കെട്ടിയിട്ടതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലെ ഭഗവാനെ ഇങ്ങോട്ട് കെട്ടിയിടുക. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിലെ ബന്ധനസ്ഥനാണ് ഞാൻ എന്ന്. അപ്പൊ നമ്മുടെ ഭഗവാന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എത്രത്തോളം നിഷ്കളങ്കമായിട്ട് ഭഗവാനെ വിളിക്കുന്നുണ്ടോ, എത്രത്തോളം ഭക്തിയോടുകൂടി ഭഗവാനെ വിളിക്കുന്നുണ്ടോ. നമ്മൾ കെട്ടിയിടാതെ തന്നെ ഭഗവാൻ തന്നെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ട് ബന്ധനസ്ഥനാകും. അവിടെ വസിക്കും നമ്മുടെ ഭഗവാൻ. അങ്ങനെ തന്നെ വേണം എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെയും ഹൃദയത്തിലെ സ്നേഹമാകുന്ന പാശം കൊണ്ട് ഭഗവാനെ കെട്ടിയിടുക. പിന്നെ ഇങ്ങോട്ടും പോകില്ല. എന്ത് സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ആ ഒരു ദാമോദര ലീലയെ ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഭഗവാനെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.